അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് 100 ഈജിപ്ഷ്യൻ പൗണ്ട് ഉണ്ട്. ഈ 100 ഈജിപ്ഷ്യൻ പൗണ്ടിന് നമുക്ക് ഇടുന്ന എന്തെല്ലാം തിന്നാൻ പറ്റുമോ നോക്കല്. അപ്പോൾ ഈജിപ്ത് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടത്തിൽ നമുക്കിന്ന് അത്തബയിൽ പോകാനുണ്ട്. അത്തബ എന്ന് പറഞ്ഞിട്ട് വലിയ മാർക്കറ്റാണ്. അപ്പോൾ ആടെയും കൂടി ഇന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്നതെല്ലാം തിന്നാം. ചെറിയ വശക്ക് എന്തെല്ലാം കിട്ടും അതെല്ലാം നമുക്ക് വാങ്ങിയിട്ട് അടിക്കാം. അപ്പോൾ 100 പൗണ്ടിന് എന്തെല്ലാം കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കിടിലം വീഡിയോസ് എല്ലാം പിന്നാലെ വരുന്നതാണ്. നോമ്പായതുകൊണ്ട് കുറച്ച് ലാഗുണ്ട്. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ കുറേ ആളുകൾ നമ്മൾ ക്ലാസ്സിന് പോകുന്നില്ലേ. ക്ലാസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നുമില്ല. ക്ലാസ് ആകെ ആഴ്ചയിൽ 3 ദിവസമോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം അത്രയല്ലേ ഉണ്ടാവും. വലിയ കുറേ ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സമയത്താണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ക്ലാസ്സിന് പോകുന്ന പിന്നെ വീഡിയോ എടുക്കില്ല. മൊബൈൽ കൊണ്ടുപോകാത്തതുകൊണ്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പുതിയ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റയിൽ കാണുന്ന ആൾക്കാർ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ നടന്ന് ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ കരിമ്പ് ജ്യൂസ് പീടികയിലാണ്. അത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കരിമ്പ് കുടിക്കാം. കരിമ്പിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപ. അപ്പം 100 രൂപയിൽ ആദ്യത്തെ 10 നമ്മൾ കരിമ്പിലേക്ക് മാറ്റുകയാണ്. നമ്മൾ കരിമ്പ് കുടിച്ച് ബാക്കിന് 90 രൂപ ഉണ്ട്. 90 രൂപക്ക് നമുക്ക് അടുത്ത എന്താ കഴിക്കാൻ പറ്റുമോ നോക്കാം. റോഡ് സൈഡിൽ പലതും കാണുന്നുണ്ട്. ഐസ്ക്രീം വാങ്ങിയാലാ? നമ്മൾ മേടിക്കൂല ഗൈസ്. ഐസ്ക്രീം നമ്മൾ ഇതിൽ ചിലവിൽ നടക്കില്ല. അതാണ്. ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് ഉണ്ട്. വരുമ്പോൾ ഓറഞ്ച് വാങ്ങാം. അടുത്ത നമ്മൾ അണ്ടർഗ്രൗണ്ടിലൂടെ പോയിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കയറണം. ആ കാണുന്ന ഹുസൈനിയ മസ്ജിദ്. ഇപ്പം നമ്മളുള്ളത് ഖാൻ ഖലീലി മാർക്കറ്റിലാണ്. ഇവിടെ അത്യാവശ്യം എല്ലാത്തിനും നല്ല റേറ്റാണ്. പിന്നെ നമ്മൾ പോകുന്ന അത്തബ മാർക്കറ്റിൽ അത്തബയിൽ വില കുറവല്ലേ. അത്തബ മാർക്കറ്റിലാണ് സാധനങ്ങൾക്കൊക്കെ വില കുറവ്. ഈ ചേക്കൻ്റെ മേത്തോളം മണ്ണങ്ങ് കാട്ടിക്കൊടുത്തേ. ഫുള്ള് മണ്ണ്. നല്ല മുഞ്ചുള്ള പൊമ്പിള്ളറുടെ മുമ്പിലോട്ട് വരും. ആരും ഒന്നും നോക്കരുത്. നമ്മളെ നാട്ടിൽ പെൺകുട്ടികൾക്ക് എന്താ കുറവ്? നമ്മുടെ നാട്ടിലിപ്പോ ഒരു ഭംഗിയുള്ള കുട്ടിനെ കിട്ടി എല്ലാവരും കണ്ടെടുക്കും. ഇവിടെ പ്രശ്നമില്ല. എല്ലാരും ലുക്കാണ് അല്ലേ ഒലക്കാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ അത്ര ഒന്നും ലുക്കില്ലടാ. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നുമാറുന്നുണ്ടോ? നമ്മളെ കണ്ടിട്ട് അതല്ല 100 റുപ്യക്ക് എന്തായാലും തിന്നാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ അതിർത്തിയോടുകൂടി ഖാനലിയിലെ കഴിഞ്ഞ് നമ്മൾ അപ്രോക്സിമേറ്റ് ആണ് പോലും. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് കിടക്കുന്നത് അത്തബ മാർക്കറ്റിലേക്കാണ്. ഇവിടെ റേറ്റ് കൂടുതൽ. കുറച്ചും കൂടെ അങ്ങോട്ട് എത്തിയാലും റേറ്റ് പറയും. അങ്ങോട്ടെത്തുന്നതിന് റേറ്റ് പറയും. ആ ലൈറ്റും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി എങ്ങനെ കുറച്ച് നമ്മളെ നാട്ടിലെല്ലാം ഒരു സെറ്റപ്പാണ്. ഡൽഹി മാർക്കറ്റ് പോലെ. ഇതാ പർദ്ദ ഉണ്ട്. കുറേ ഇഷ്ടം പോലെ പർദ്ദ ഉണ്ട്. കുറേ സമയം ഈ സാധനത്തിൻ്റെ മേലെ ജംഷിൻ്റെ കണ്ണു പോയിട്ട് അവിടെ വെച്ച് അയാൾ ഇങ്ങോട്ട് വന്നിട്ട് ഇതെടുത്തോന്ന് പറഞ്ഞു. അതിൻ്റെ സാധനം നാട്ടിലത്തെ പാൽപ്പായസം തണുത്താൽ എങ്ങനെ ഉണ്ടാവും? അതിന്റെ വേറെ ടേസ്റ്റ്. رز بلبن مصري ام علي ടേസ്റ്റ് ചെയ്യാം. ഇവര് തന്നെ അവർക്ക് മാണെന്നുള്ള ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടാ. تتكلم رز بلبن ام علي يا ريس. ام علي لبن المريوكا. ഞാനേ ഇത് ചോദിച്ചപ്പോ ആരെ പറഞ്ഞത് എന്തറിയോ? അൽമാസ് വാങ്ങിച്ചെന്നു പറഞ്ഞു. അതിനാ പിന്നെ വാങ്ങിച്ചിരാന്ന്. എടുത്തിട്ട് പോയാലോ കൊടുത്തേക്കാൻ വരല്ലേ? അത് തന്നാ തിന്നത്ത് പകുതി വേണോന്നറിയില്ല. ഫുള്ള് തീർത്ത് കൊണ്ടാ ഒന്ന് അടിപൊളി ജംഷീദ് വിട്ടിട്ടില്ല. കുറച്ച് വിടുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ. ലൈറ്റ് തണുപ്പ്. ഇത് നമ്മുടെ പൈസയിൽ ഉൾപ്പെട്ടല്ല, ഫ്രീയാ. ഇതാണ് ഫ്രീ. ഇത് ഫ്രീ. അപ്പം നമ്മൾ അത്തബേല പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബാക്കി വീഡിയോ
സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ 10 രൂപേൻ്റെ ഒരു ആയിട്ടില്ല ജംഷാർക്ക് പോലെ അതിന്റെ മൈക്കിന്റെ അടുത്തുള്ള അതിൻ്റെ കത്തുമുണ്ട്. അപ്പം നമ്മൾ ബാക്കിൽ മൊത്തം വലിയ ഡാൻസ്. അപ്പം നമ്മളെ എന്താ പറയുക, അപ്പം നമ്മുടെ അത്തബല പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ ഇനി നമ്മുടെ ബാക്കി വീഡിയോ എടുക്കലാണ്. പിന്നെ അപ്പം നമ്മുടെ 100 രൂപയിൽ 10 രൂപേൻ്റെ കരിമ്പ് ജ്യൂസ് മാത്രമേ നമ്മൾ കുടിച്ചിട്ടുള്ളൂ. ബാക്കി 90 രൂപ ഉണ്ട്. ഇതാണല്ലോ ബത്താസ് വാങ്ങിയത് റോഡ് സൈഡിൽ ബത്താസ് വാങ്ങിയത് വിൽക്കുന്നു. ഒന്നും കാണിക്കാൻ തിന്നാത്ത നീ നമ്മളെ ഇതിൽ പെട്ടതല്ല. ഇവിടെ നല്ല റേറ്റ് ആയിരിക്കും. ഇത് മറ്റേ ഹാനലി മാർക്കറ്റാണ്. ഫുൾ സെറ്റപ്പാണ്. ലൈറ്റെല്ലാം കണ്ട മിന്നുന്ന ഇതാ. പിന്നെ ചെറീസ് ഒക്കാടോ അങ്ങനെ എന്തോ കൊട്ടാണ്ട സാധനം ഇട്ട് വെച്ചാ നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ അസർ പള്ളിൻ്റെ സൈഡിലുള്ള ചെറിയ സൈഡിൽ വെക്കുന്ന സ്ഥലങ്ങൾ, ഈത്തപ്പഴം അങ്ങനത്തെ നട്ട്സ് പരിപാടികളല്ലോ നല്ല രസമുണ്ട്. സൈഡിൽ ലൈറ്റ് പിന്നെ നേരെപ്പുറത്ത് നല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പൈനാപ്പിൾ എല്ലാം ഉണ്ടല്ലോ, സ്ട്രോബെറി ഉണ്ട്, തക്കാളി വെജിറ്റബിൾസ് ഉണ്ട്. നമ്മളെ കരിമ്പ്യൂസിൻ്റെ വീടിയാണിത്. നല്ല കരിമ്പ്യൂസാണ്. റോഡ് സൈഡിൽ നിന്ന് ഹുക്ക വലിക്കുന്നു. നമ്മളടുത്ത സാൻഡ്വിച്ച് വയ്ക്കാൻ വേണ്ടി പോകണം. നമ്മളങ്ങനെ കുറച്ച് ലിക്വിഡും അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുന്നത്. കമ്പിക്കുച്ചു വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത്. കമ്പിക്കുച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊന്നും തിരിയുന്നില്ല. എൻ്റെ നാട്ടിൽ കമ്പിക്കുച്ചു അറിയില്ല. നമ്മൾ കണ്ണൂർ കമ്പിക്കുച്ച് നമ്മളെ കമ്പിക്കുച്ച് തന്നെ. സോപ്പാ അത് 5 രൂപ അല്ല ശരിക്കും നല്ല തണുപ്പായിട്ട് 3-4 ദിവസം കൂടുമ്പോൾ എടുത്ത് കുളിക്കലുള്ളൂ. വേറെ വിഷയം ജംഷീദ് കുളിക്കലെന്നില്ല. ആരും കുളിക്കില്ല. എല്ലാരും 2 ദിവസം കൂടും. ഞാൻ 2 ദിവസം കൂടുമ്പോൾ കുളിക്കണം. ഡെയിലി കുളിക്കുന്നുണ്ട്. ഇപ്പൊ 3 ദിവസം ഡെയിലി കുളിക്കുന്നത്. അങ്ങനെ പറ. ഡെയിലി കുളിക്കുന്നു. വന്നിട്ട് വിളിച്ചിട്ടില്ല. ഞാൻ 2 ദിവസം കൂടുമ്പോ അല്ലെ 3-ാമത്തെ ദിവസം. വൻ തണുപ്പ്. വെള്ളം തട്ടിക്കാൻ തോന്നില്ല. ബാത്റൂമിൽ പോയിട്ട് ഇരിക്കാൻ പറയുന്നില്ല. ആ മറ്റേ ക്ലോസറ്റിന്റെ മേലെ തണുത്തിട്ട് ബാത്റൂം പോകുന്ന മടിയാവും അപ്പൊ അടുന്ന്. പോട്ടെ പൊറേറ്റ്. ഗള്ളികളിലൂടെയാണ് നമ്മുടെ യാത്ര മുഴുവൻ. ഷമ്മാസ് നമ്മളെ ഏലിയെല്ലാം കൊണ്ടോന്ന് തട്ടിക്കൊണ്ടുപോവാ. ലാസ്റ്റ് എന്നെ തട്ടിക്കൊണ്ടുപോവാ. ഞാനും കൊണ്ടുപോയില്ല. എന്നാരും കൊണ്ടുപോവാൻ അന്നെ കൊണ്ടുപോകില്ല. എന്നെ കൊണ്ടുപോയില്ല. എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. എന്നെ കൊണ്ടുപോയി തിരിച്ചുകൂടെ കൊണ്ടായി തരും. ഒരു 50 രൂപ തരും. സാധനം കമ്പിക്കുച്ച് എന്താ പറയാ, കമ്പിക്കുച്ച് തന്നെ അറിയില്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച. ഇതാണ് എടുത്തത് ഈ സാധനം കൊണ്ടുവന്നത്. എവിടെയാണ് സാൻഡ്വിച്ച്? എവിടെയാ? അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ഐറ്റമായ സാൻഡ്വിച്ച്. ഇതാണ് നമ്മളെ സാൻഡ്വിച്ച്. കഴിച്ചോട്ടെ, എന്നെല്ലാം കഴിക്കട്ടെ, എല്ലാം എടുത്ത്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ 90 രൂപ വാക്കേണ്ട. അതിൽ നമ്മളെ രണ്ടാമത്തെ സാധനം. ഇതിൻ്റെ റേറ്റ് 15 രൂപ. പിന്നെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ സാധനം കഴിച്ചു. രണ്ടാമത്തെ സാധനം സാൻഡ്വിച്ചിന് 15 രൂപ. കുഴപ്പമില്ല, ഒരു നോർമൽ സാധനം, വായിലൊക്കാൻ പറ്റിയ എടുത്തേ. അപ്പോൾ നമ്മളെ മൂന്നാമത്തെ സാധനം പിസ്സ. ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. ഇതിന് 11 രൂപ. നമ്മളെ മൂന്നാമത്തെ സാധനം പിസ്സ എന്ന് പറയപ്പെടുന്നു. ഇനി പൈസ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 10 രൂപ 11 രൂപ. അപ്പോൾ കുഴപ്പമില്ല, തിന്നോക്കാം, ടേസ്റ്റ് നോക്കാം. പൊട്ടിയിട്ടാണ് പിള്ളേർക്കണ്ടോ ഫുള്ള് പടക്കല്ലേ ഓടിക്കുന്നത്. കാൽമ തന്നെ ഓട്ടണം. പിള്ളേർ ചോട കാലിൻ്റെ ഇടയിലിട്ട് ഓട്ടിക്കുന്നു.
അപ്പോൾ ഇപ്പം നമ്മൾ തന്ന പിസ്സക്ക് ഏകദേശം 11 റുപ്യ. 11 റുപ്യക്ക് അത്യാവശ്യം നൈസ് സാധനം. നമ്മളിരുന്ന് വന്നിട്ട് കഴിച്ച പല സാധനങ്ങളും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നൈസ് സാധനമാണ്. അപ്പോൾ ഇത് ഇത്രയും സാധനം നമുക്ക് 20 ഗിനിക്ക് കിട്ടിയത്. 20 ഗിനിക്ക് കിട്ടിയ കുനാഫകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ആ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഷ്ണം കേട്ടോ അടുത്ത വ്ളോഗർ ഇവിടെ വയലിട്ടാ പിശുക്ക് പിശുക്ക് തിന്നോളാം വേണ്ട. കൊള്ളാം, നൈസ് സാധനം. എന്നത് റോള്, ഒരു റോളിൻ്റെ പകുതി കൊണ്ടാ. ഇതൊന്നുമില്ല, വെറും തോടേ ഉള്ളൂ. ഇതെടുക്കും. അടുത്ത നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അടിപൊളി. പോയി കഷ്ണം 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 കടം. അടുത്ത ലാസ്റ്റ് സാധനം ഇതോടുകൂടെ ഏറ്റവും ടേസ്റ്റ് ആ മറ്റേ കേക്ക് പോലത്തെ സാധനം, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വന്നത് കുനാഫ 20 റുപ്യക്ക് കിട്ടിയതാണ് ഈ കണ്ടത്. 20 റുപ്യക്കല്ല, 20 ഗിനിക്ക്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ടോട്ടൽ 56 റുപ്യക്ക് തന്നതിന് ഒരേ ഉറുപ്പ്യെന്ന് പറഞ്ഞൊന്നുമല്ല, 56 ഗിനിക്ക് 56 പൗണ്ടിന് നമ്മൾ എന്ത് ചെയ്ത് ഇപ്പം തന്നെ. ഇനി നമുക്ക് ബാക്കി എത്ര ഉണ്ട് വെച്ചാൽ 44 ഗിനിയും കൂടി ബാക്കിയുണ്ട്. അതിന് നമുക്ക് എന്തെങ്കിലും ഇനി ട്രൈ ചെയ്യാം, നോക്കാം ഇനി എന്താ കിട്ടാൻ നോക്കാം. കുനാഫ നൈസ് കേട്ടോ. കുനാഫില കേക്ക് പോലത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റ്. അടുത്തതായി നമ്മൾ കഴിക്കാൻ പോകുന്നത് അവാശി. അവാശി തന്നെയല്ലേ? അവാശി തന്നെയാന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. എനിക്കറിയാം എന്താ പ്രൊണൗൺസിയേഷൻ. അവാശി ബീഫിൻ്റെ ഒരു സാധനം. അതിന് 35 റുപ്യുണ്ട്. 35 ഗിനി, സോറി 35 ഗിനി. അടുത്ത നമ്മൾ അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സാധനം കഴിഞ്ഞോന്ന് അറിയില്ല, അവിടെ വേഗം തീരും. ജംഷനെ കണ്ട സേവനം, ഫുള്ള് സേവനം ജംഷി. ലോകമേ കാറ്റ്, അതറിയാത്ത പോലെ. ഇതാണ് നമ്മളുടെ അടുത്ത സാധനം, അവാശി എന്ന് പറയുന്ന സാധനം. ഇതാണ്, ഇതൊരു ബീഫിൻ്റെ ഐറ്റം അല്ലേ? ഹിന്ദ്. ഹിന്ദക്കാരിലും ചളികളെന്നാണോ പറയുന്നത്? പിസ്കന്മാരാണ് തരാം, 4 കട്ട് ചെയ്തില്ല. ഇന്നലത്തെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല തോന്നുന്നു. അപ്പോൾ അടുത്ത ഐറ്റമായ അവാശി ട്രൈ ചെയ്യുകയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 35 ഗിനി. അങ്ങനെ അവാശിയും തന്നെ നമ്മൾ തിരിച്ചു നടക്കലാണ്. ഇനിയിപ്പോൾ 10 റുപ്യയും കൂടി ബാക്കിയുണ്ട്, 10 ഗിനിയും കൂടി ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞു 10 റുപ്യ തന്നെ, 10 ഗിനി. വയസ്സ് അങ്ങനെ അവാശിയും തന്നെ നമ്മൾ തിരിച്ചു നടക്കലായി. ഇനി നമ്മളുടെ അടുത്ത് 10 ഗിനിയും കൂടി ബാക്കിയുണ്ട്. ഇനി 10 നമുക്ക് എന്തെങ്കിലും വാങ്ങണം. 10 കൂടി തീർക്കണ്ടേ. അപ്പോൾ നമ്മൾ ടോട്ടൽ എന്തെല്ലാം തന്നെ വെച്ചാൽ ഫസ്റ്റ് ഒരു ഫസ്റ്റ് എന്താ വെച്ചാൽ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ച് 10, പിന്നെ ഒരു സാൻഡ്വിച്ച് 15, പിന്നെ ഒരു മറ്റേ സാധനം പിസ്സ 11, പിന്നെന്താ പിസ്സയ്ക്ക് ശേഷം കുനാഫ 20 ഗിനിക്കുള്ള കുനാഫ എന്ന്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അവാശി കഴിച്ച് ലാസ്റ്റ് 9 ബാക്കി വേണ്ടത്. 1 റുപ്യ നമ്മൾ റിസർവ് കൂട്ടി കൊടുത്ത് ഇപ്പോൾ 10 ബാക്കിയുണ്ട്. ആ 10 നമുക്ക് എന്താ തിന്നാം. ഏതായാലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇതെല്ലാം തിന്നല്ലേ, എല്ലാവരും സ്വന്തം പൈസക്ക് ഇനി ഓരോ കരിമ്പ് ജ്യൂസും കൂടി കുടിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു നടക്കാം. അപ്പോൾ ഏതായാലും ലാസ്റ്റത്തെ 10 നമ്മൾ 10 കൂടി കരിമ്പ് കുടിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും തിന്നുന്നില്ല, കുടിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലായി. 47 4 ഉണ്ടോ? അപ്പോൾ 50, 5 എണ്ണായി. 5 കരിമ്പ് ജ്യൂസ് കുടിക്കേണ്ട പൈസയായി. ലൈമൂൺ പണേ ഗൈസ്. മറ്റേ സാധനം മറ്റെന്താന്ന് പുല്ലൂട്ടായി എടുത്തേക്കാൻ പോന്നാ. അങ്ങനെ അവസാനത്തെ 10 റുപ്യക്ക് നമ്മൾ കരിമ്പ് ജ്യൂസ് തന്നെ വാങ്ങി. ബാക്കി 40 റുപ്യ കൂടി ഇട്ട് എക്സ്ട്രാ വാങ്ങി. അങ്ങനെ നമ്മൾ 100 റുപ്യ കഴിഞ്ഞ്. കരിമ്പ് ജ്യൂസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കരിമ്പ് ജ്യൂസ് അടിപൊളിയാണ്. പിന്നെ ഷാഫി മാമിലൊക്കെ ഇത് പറയണ്ടേ, എന്താണ് മിസ്റിൽ നിൽക്കാനുണ്ടായ കുറച്ച് കാരണങ്ങളിൽ എന്താണ് അസബിനെ പറയും. അസബുള്ളതുകൊണ്ടാണ് ഇവിടെ നിന്നത്. കാരണം സെറ്റാണ്. നമ്മൾ എല്ലാ ദിവസവും 10 റുപ്യക്ക് സാധനം കുടിക്കുമ്പോൾ തന്നെ വയറ് പറയും. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും കരിമ്പ് ജ്യൂസും കുടിക്കലുണ്ട്, മറ്റേ സാധനം കുടിക്കലുണ്ട് അല്ലേ? ഷെപ്സി ഇതിനായിട്ട് നമ്മൾ ഡെയിലി ഉണ്ട്. കാരണം 10 റുപ്യ കുടിച്ചാൽ വയറ് ഫുള്ളാവും. നല്ല രസത്തിൽ, നല്ല സുഖമായി. തണുപ്പത്ത് തണുട്ടെ, ഓ വൈബ്.
അപ്പോൾ ഗൈസ് നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് നടക്കുകയാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വലിയ വ്ളോഗൊന്നുമല്ല, ചെറിയ കുഞ്ഞു വ്ളോഗാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തബേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 100 ഉറുപ്പിക എടുത്തിട്ട് എന്തെല്ലാം തിന്നാൻ പറ്റും നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ തിന്നതാണ്. അപ്പോൾ എന്തെല്ലോ തിന്ന് അതിൽ കുനാഫ് അടിപൊളിയായിരുന്നു. പിസ്സ 11 ഉറുപ്പിക്ക് മോശമില്ല. പിന്നെ സാൻഡ്വിച്ച് കുഴപ്പമില്ല. എല്ലാം മൊത്തത്തിലെല്ലാം അടിപൊളിയാണ്. ഇപ്പോൾ ലാസ്റ്റ് എന്ന സാധനം നൈസായിരുന്നു. പിന്നെ ഒരു 10 ഉറുപ്പിക ബാക്കിയുണ്ടായി നമ്മൾ ഓറഞ്ച് വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. 1 കിലോ ഓറഞ്ച് വാങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല ദാഹം, ഒരാൾക്കുള്ള പൈസ മാത്രം കുറവ്, 40 ഗിനിയുണ്ട്. അപ്പോൾ 5 ആളുണ്ട്. പിന്നെ ആ 10 ഉറുപ്പിക കൂടി നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. 150 റൗണ്ട് ചെയ്തു. അപ്പോൾ 100 ഉറുപ്പിക നമ്മൾ ഈ സാധനങ്ങളെല്ലാം തിന്നത്. എല്ലാം അത്യാവശ്യം അടിപൊളിയായിരുന്നു. നല്ല തണുപ്പുണ്ട്. തണുപ്പത്തില്ലേ ഇവിടുത്തെ തണുപ്പത്ത് കരിമ്പ് ജ്യൂസ് നല്ല തണുത്ത് ഓടിക്കാണ്ടല്ല, വേറെ തന്നെ വൈബാണ്. അത് ഒരു പ്രശ്നമില്ല. നല്ല വയറങ്ങ് ഫുള്ളാവും. നല്ല തൊണ്ടവേദനകളുണ്ട്, എന്നാലും കരിമ്പ് ജ്യൂസ് എല്ലാ ദിവസവും വന്ന് കുടിച്ചു പോകും. നല്ല ടേസ്റ്റാണ്. നാട്ടിലെത്ര 20 ഉറുപ്പികയാണെന്നുള്ളത്, ഇവിടുത്തെ 10, നാട്ടിൽ 20 ഉറുപ്പിക. നാട്ടിൽ കരിമ്പ് ജ്യൂസ് 40 ഉറുപ്പികയില്ലേ. പക്ഷേ അതിനേക്കാളും നല്ല ടേസ്റ്റുള്ള സാധനം, നല്ല മധുരമുള്ള സാധനം കിട്ടും. ഇവിടുത്തെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ കഫേയിലെ കുറച്ച് കാഴ്ച കാണിച്ചു തരാം. ഇത് നമ്മൾ ഡെയിലി കാണുന്ന ഒരു കാഴ്ചയാണ്. ഇന്നിവിടെ ഓരോ ദിവസം ഓരോ പരിപാടി ഉണ്ടാകും. ഇന്ന് കണ്ട ഇന്ന് ഈ പരിപാടിയാണ്. അപ്പോൾ നമ്മളെ കഫേയിലെ കാഴ്ചയാണ് കണ്ടത്. കഫേയിൽ ഓരോ ദിവസം ഓരോ പരിപാടി ഉണ്ടാവും. ചില ദിവസം മറ്റേ അറബിക് ഡാൻസ് ഉണ്ടാവും. ഇന്ന് മറ്റേ ഇതെല്ലാം എടുത്ത് കറക്കുന്നുണ്ട്. ഫുൾ ഓരോ സെറ്റപ്പ് പരിപാടിയാണ്. അപ്പോൾ നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ റൂമെത്തി. ചെറിയ വ്ളോഗാണ്. അപ്പോൾ നമ്മളെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബുക്രാൻ ഇൻഷാ അല്ലാഹ്.